ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫുൾ മൂണിൻ്റെ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ ദേഷ്യത്തിലാണ്, മാസ്കുലിൻ എനർജിയിലാണ് ഉള്ളത്. ഇവർ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജി. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആരോടും യുദ്ധം ചെയ്യാം എന്നുള്ള രീതിയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് മൂഡ് സ്വിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരെങ്കിലും കിട്ടിയാൽ അവരോട് വഴക്കിടാം എന്നുള്ള എനർജിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക കോണ്ടാക്റ്റിലുള്ളവർ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും. അതായത് ആരും കാണാതെ നിങ്ങളെ നോക്കുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. ചെറിയൊരു ജസ്റ്റിസ് ഇവർ നിങ്ങൾക്ക് നേരെ കാണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവർ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും റോസസോ ബൊക്കയോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയും, ഇന്നത്തെ ദിവസം ഇവർ ആരോടോ വഴക്കിട്ടു എന്ന്. ഒന്നുകിൽ വീട്ടിലുള്ള ആളോട് അല്ലെങ്കിൽ പുറത്തുള്ള ആളോട് ഇവർ എന്തായാലും ഈ ഒരു എനർജി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരുടെയോടെങ്കിലും ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടാകും. അങ്ങനെ ആ ഒരു ദേഷ്യം അവരോട് വഴക്കിട്ട് തീർത്ത് കാണും. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുമായിരിക്കും. ചില ആൾക്കാരുടെ പേഴ്സണൽ മെസ്സേജ് ഇതാണ്, അതായത് ഇവർ ഒത്തിരി മിസ് ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ എന്ന് നിങ്ങളോട് ചിലപ്പോൾ പറയുന്നതാണിവർ. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫിസിക്കലി ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് കാണണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഫയർ എനർജിയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. പാഷനാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുക, പുറത്തുനിന്ന് ആഹാരം കഴിക്കുക, നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. അതായത് ഇവരുടെ ഇമോഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. കാര്യം ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫുൾ മൂണിൽ മാക്സിമം എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതെല്ലാം കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വിചാരം, ഇപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ വിചാരിക്കുന്നത് അത് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവാണ് വിചാരിക്കുന്നതെങ്കിൽ അത് കൂടുതലായിട്ട് പോസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകും. നെഗറ്റീവാണ് വിചാരിക്കുന്നതെങ്കിൽ നെഗറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഫുൾ മൂണിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, എന്താണോ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നിങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്, അഫർമേഷൻ പറയുന്നത് എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം വളരെ നെഗറ്റീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ സാഡ് എനർജിയിലും സഫറിങ് സിറ്റുവേഷനിലും ആണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും കൂടുതലായിട്ട് സാഡും സഫറിങ്ങും ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി കൂടുതലായിട്ടും പെർജിങ് ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂടുതലായിട്ടും വിഷമിക്കുന്നതായിട്ട് കരയുന്നതായിട്ടുള്ള ആ ഒരു എനർജി, സാഡ് എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണ് എങ്കിൽ ഭയങ്കരമായിട്ട് സാഡ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓവർ തിങ്കിങ്, സഫറിങ്, അങ്ങനെയുള്ള എനർജി. മെയിനായിട്ട് ഇങ്ങനെയുള്ളവർ ആദ്യം അവരുടെ ഫുൾ എനർജി നോക്കും, എന്നിട്ട് ഓവറോൾ എനർജി നോക്കും. അതായത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ എനർജി എങ്ങനെയാണ്, അതനുസരിച്ചായിരിക്കും ഇവർ സാഡ് ആകുന്നത്. ചില ആൾക്കാർ നിങ്ങൾക്കറിയത്തില്ലേ, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഡിപ്രഷനിലോട്ട് പോകുന്നു, അതേപോലെ ആയിരിക്കും. അതായത് കൂടുതൽ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ സന്തോഷമായിട്ടിരിക്കുന്നു. കൂടുതലായിട്ട് ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലാകുന്നു, വിഷമിക്കുന്നു. ചില ആൾക്കാരുടെ മെസ്സേജ് ഇതാണ്, അവർ അവരുടെ പേരൻസിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് മെസ്സേജ്. അത് നിങ്ങളോട് ഇവർ പറയുന്നതാണ്, ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചു നിങ്ങളെക്കുറിച്ച് എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പേഴ്സൻ്റെ പേരൻസ് വേറെ റിലേഷൻ നോക്കിയപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യം ഇവർ വീട്ടിൽ അവതരിപ്പിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതും പറയുന്നതാണ്, എൻ്റെ കാര്യം ഞാൻ ശരിയാക്കി, നിങ്ങളുടെ കാര്യം നിങ്ങൾ ശരിയാക്കണമെന്ന് നിങ്ങളോട് പറയുന്നതാണ്. അത് നിങ്ങൾ വീട്ടിൽ പറയണമെന്ന് ഇവരുടെ കാര്യം. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ സിംഗിളോ വിഡോവോ അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം. അവർ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന അവരുടെ ലൈഫിൽ ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം എനിക്ക് തീരുമാനം എടുക്കേണ്ടത് എന്ന് അവർക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവരുടെ വീട്ടിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു ഭാഗത്തുനിന്ന് എസ് കിട്ടി. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സന്തോഷം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഡെസ്റ്റിനി നിങ്ങളാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇവർ നിങ്ങളെ ഡ്രീമിൽ കണ്ടു കാണും. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു വൈബ്സ് ഇവർക്ക് കിട്ടുന്നതായിരിക്കാം, നിങ്ങളാണ് ഇവരുടെ ഡെസ്റ്റിനി എന്ന്. ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നു. 24 അവേഴ്സും ഇവരുടെ മൈൻഡിൽ നിങ്ങൾ മാത്രമാണുള്ളത്. ലാസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാം. അവരുടെ ഹെൽത്ത് വിചാരിച്ച് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ഒരു മെസ്സേജും കൂടെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും എക്സ് ഉണ്ട് എങ്കിൽ അവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു, ഇനി അവർ എൻ്റെ ലൈഫിൽ വരത്തില്ല എന്നാണ്. പക്ഷേ ഏതോ ഒരു എക്സ് നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള. ഇതിലേതാണോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയത് അത് മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.